ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയുനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. പ്രിയ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഖുർആൻ പഠന അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഖുർആൻ പഠനം ലളിതമാർഗത്തിൽ എന്ന ലെവൽ 1 കോഴ്സിൻ്റെ 12ാം സെഷനിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ആമുഖമായി ഹദീസ് വായന. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 2 മനുഷ്യരെ സംബന്ധിച്ച് അള്ളാഹു സന്തോഷത്താൽ ചിരിക്കുന്നതാണ്. അവരിൽ ഒരാൾ മറ്റൊരാളെ വധിക്കുന്നു, ശേഷം 2 പേരും സ്വർഗത്തിൽ പ്രവേശിക്കുന്നു. ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടുകയും ഷഹീദാവുകയും ചെയ്തു. എന്നാൽ കൊലയാളി ശേഷം മുസ്ലിമാവുകയും അദ്ദേഹത്തിൻ്റെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യുന്നു. അദ്ദേഹവും പിന്നീട് രക്തസാക്ഷിയാവുന്നു. അങ്ങനെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നു. ബുഖാരി, മുസ്ലിം. ഈ ഹദീസ് സൂചിപ്പിക്കുന്നത് ഒരു മുസ്ലിമിനെ വധിക്കുക എന്നുള്ളത് വലിയ പാപമാണ്. പക്ഷെ കൊലയാളി പിന്നീട് മുസ്ലിം ആവുകയും അള്ളാഹുവിൽ മാപ്പിരക്കുകയും അല്ലെങ്കിൽ പശ്ചാത്തപിക്കുകയും ചെയ്തതിനാൽ അവനും സ്വർഗത്തിൽ പ്രവേശിച്ചു. എത്ര വലിയ തെറ്റ് ചെയ്താലും അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിയാൽ അള്ളാഹു പുറത്തു കൊടുക്കും എന്ന സന്തോഷ വാർത്തയാണ് ഈ ഹദീസ് വെളിവാക്കുന്നത്. സെഷൻ്റെ ആദ്യ ഭാഗമായ അറബി സംസാര ഭാഷ. ഇന്ന് നമുക്ക് പഠിക്കാനുള്ള അറബി സംസാര ഭാഷ. സലാം പറഞ്ഞതിന് ശേഷം രാവിലെ ആരെയെങ്കിലും കണ്ടുമുട്ടുമ്പോൾ, പ്രത്യേകിച്ച് സുപ്രഭാതത്തിൽ നമ്മൾ സലാം ഒരു മുസ്ലിമാനെ കാണുമ്പോൾ മറ്റു മുസ്ലിം സ്വാഭാവികമായിട്ടും ആദ്യമായി അഭിസംബോധന ചെയ്യേണ്ടത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് തന്നെയാണ്. അതിനുശേഷം വീണ്ടും ഉടനെ കണ്ടുമുട്ടുകയാണെങ്കിൽ അധികമായി പറയാനുള്ളതാണ് ഇന്ന് നമുക്കിവിടെ പഠിക്കാനുള്ളത്. സബാഹുൽ ഖൈർ. സബാഹ് അല്ലെങ്കിൽ സുബഹ് എന്ന് പറഞ്ഞാൽ പ്രഭാതം എന്ന് തന്നെ അർത്ഥം. അൽ ഖൈർ, നന്മ. അപ്പോൾ പ്രഭാതത്തിലുള്ള നന്മ നിങ്ങൾ ഉണ്ടാകുമാറാകട്ടെ. സബാഹുൽ ഖൈർ, സുപ്രഭാതം. ആരെങ്കിലും ആദ്യം പറഞ്ഞതിന് മറുപടി പറയുന്നതിന്, അപ്പോൾ ഒരാൾ ആദ്യമായി സബാഹുൽ ഖൈർ എന്ന് പറഞ്ഞാൽ അതിന് മറുപടി എന്നോണം പറയേണ്ടതാണ് സബാഹൽ നൂർ. സബാഹൻ നൂർ. അന്നൂർ എന്ന് പറഞ്ഞാൽ പ്രകാശം, നൂർ പ്രകാശം. സബാഹ് പറഞ്ഞാൽ സുബഹ് തന്നെ. സബാഹൻ നൂർ എന്ന് പറഞ്ഞാൽ സുപ്രഭാതം എന്നാണ് മറുപടിയായിട്ട് പറയേണ്ടത്. ഒന്നാമത് ആദ്യമായിട്ട് സലാം പറഞ്ഞ ശേഷം നമ്മൾ അഭിസംബോധന ചെയ്യേണ്ടതുണ്ടെങ്കിൽ സബാഹൽ ഖൈർ. ഖൈർ പറഞ്ഞാൽ സുപ്രഭാതം. രണ്ടാമത് സബാഹൻ നൂർ, സുസുപ്രഭാതം. രണ്ടാം ഭാഗമായ വ്യാകരണമാണ്. നമ്മൾ മാലി പഠിച്ചു ആദ്യം അല്ലേ, പൂർണ്ണകാലം. അത് പാസ്റ്റ് ടെൻസ് പഠിച്ചു. ഫഅല, അവൻ ചെയ്തു. ഫഅലു, അവർ ചെയ്തു. ഫഅൽത, നീ ചെയ്തു. ഫഅൽതും, നിങ്ങൾ ചെയ്തു. ഫഅൽതു, ഞാൻ ചെയ്തു. ഫഅൽന, ഞങ്ങൾ ചെയ്തു. ഫഅല, ഫഅലു, ഫഅൽത, ഫഅൽതും, ഫഅൽതു, ഫഅൽന. പിന്നെ ഫിൽ മുദാരിഅ, അപൂർണകാലം. അതായത് വർത്തമാനത്തിനും ഭാവിക്കും വേണ്ടി ഒരു കാലമേ നമുക്ക് പഠിക്കേണ്ടതുള്ളൂ. അൽഹംദുലില്ലാ. അതാണ് ഫിൽ മുദാരിഅ, അപൂർണകാലം എന്ന് പറയുന്നത്. യഫ്അലു, നമ്മൾ അപൂർണകാലം പറയുമ്പോൾ ശബ്ദവും കൈയും അല്പം ഉയർത്തണം. യഫ്അലു, അവൻ ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യും. യഫ്അലൂൻ, അവർ ചെയ്യുന്നു. തഫ്അലു, നീ ചെയ്യുന്നു. തഫ്അലൂൻ, നിങ്ങൾ ചെയ്യുന്നു. അഫ്അലു, ഞാൻ ചെയ്യുന്നു. നഫ്അലു, ഞങ്ങൾ ചെയ്യുന്നു. ചെയ്യുന്നു അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നു, രണ്ടിലും നമുക്ക് പറയാം. യഫ്അലു, യഫ്അലൂൻ, തഫ്അലു, തഫ്അലൂൻ, അഫ്അലു, നഫ്അലു. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചല്ലോ അല്ലേ, ഫിൽ അംർ, കൽപ്പന ക്രിയ. ഇഫ്അൽ, ഇഫ്അൽ, നീ ചെയ്യൂ, നീ ചെയ്യുക. ഇഫ്അൽ. ഇഫ്അലു, നിങ്ങൾ ചെയ്യൂ. ലാ തഫ്അൽ, നീ ചെയ്യരുത്. ലാ തഫ്അലു, നിങ്ങൾ ചെയ്യരുത്. ഇഫ്അൽ, ഇഫ്അലു. ലാ തഫ്അൽ, ലാ തഫ്അലു. ഫഅല, ഫഅലു. ഫഅൽത, ഫഅൽതും. ഫഅൽതു, ഫഅൽന. യഫ്അലു, യഫ്അലൂൻ. തഫ്അലു, തഫ്അലൂൻ. അഫ്അലു, നഫ്അലു. ഇഫ്അൽ, ഇഫ്അലു. ലാ തഫ്അൽ, ലാ തഫ്അലു. ഫായിൽ, പ്രവർത്തിക്കുന്നയാൾ, അത് കർത്താവ്, സബ്ജക്റ്റ്. പിന്നെ അറബിയിൽ ഫാഇൽ എന്ന് പറയുന്നു. പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്ന ആൾ മഫ്ഊൽ.
പ്രവൃത്തിയെ ഫഅൽ എന്ന് പറയുന്നു. ഫിഅൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ പ്രവർത്തനത്തെ ഫഅൽ. ഫാഇൽ മഫൂൽ ഫഅൽ. ഫാഇൽ എന്ന് പറയുമ്പോൾ പ്രവർത്തിക്കുന്നവൻ വലത് കൈ കൊണ്ട് മുഷ്ടി ചുരുട്ടി നിങ്ങൾ കൊടുക്കുന്നത് പോലെ കാണിക്കുക. ഫാഇൽ എന്തോ പ്രവർത്തിക്കുന്നു, കൊടുക്കുന്ന ആളാണത്, ഫായിലാണത്. അതെന്ത് ചെയ്യുന്നു? നൽകുന്നു, കൊടുക്കുന്നു. മഫൂൽ എന്ന് പറയുമ്പോൾ പ്രവൃത്തിയുടെ ഫലം ഏറ്റവൻ, കർമ്മം, ഒബ്ജക്റ്റ്. ഇടത് കൈ കൊണ്ട് നിങ്ങൾ എന്തോ വാങ്ങുന്നത് പോലെ കാണിക്കുക, അത് സഹായം ലഭിക്കുന്നു. ഫേൽ എന്ന് പറയുമ്പോൾ കൈമുഷ്ടി ചുരുട്ടി ഉയർത്തി പ്രവൃത്തിയുടെ ശക്തി പ്രകടിപ്പിക്കുന്ന പോലെ കാണിക്കുക. ഇതേപോലെ മുഷ്ടി ചുരുട്ട് ഫായിൽ, വലത് കൈ, ഇടത് കൈ, മഫൂൽ ഫേൽ. ഫായിൽ മഫൂൽ ഫേൽ. ഫായിൽ മഫൂൽ ഫേൽ. ഫായിൽ മുതലെടുക്കുക. ഫഅല, ഫഅലു, ഫഅൽത, ഫഅൽതും, ഫഅൽതു, ഫഅൽന. ശബ്ദം കൂട്ടണം, കൈ ഉയർത്തണം. യഫ്അലു, യഫ്അലൂൻ, തഫ്അലു, തഫ്അലൂൻ, അഫ്അലു, നഫ്അലു. ഇഫ്അൽ, ഇഫ്അലു, ലാ തഫ്അൽ, ലാ തഫ്അലു. ഫാഇൽ മഫ്ഊൽ ഫഅൽ. ഫഅല ഫഅലു, ഫഅൽത ഫഅൽതും, ഫഅൽതു ഫഅൽന. യഫ്അലു യഫ്അലൂൻ, തഫ്അലു തഫ്അലൂൻ, അഫ്അലു നഫ്അലു. ഇഫ്അൽ ഇഫ്അലു, ലാ തഫ്അൽ, ലാ തഫ്അലു. ഫാഇൽ മഫ്ഊൽ ഫഅൽ. ഇനി നമ്മൾ ഫാഇൽ എന്നതിൻ്റെ ഇപ്പോൾ മുസ്ലിം എന്ന പദത്തിന് ബഹുവചനം എങ്ങനെ ഉണ്ടാക്കിയത് നമ്മൾ ഓർക്കുന്നുണ്ടോ? പുല്ലിംഗ ബഹുവചനം മുസ്ലിമൂൻ അല്ലെങ്കിൽ മുസ്ലിമീൻ. മുസ്ലിം എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം മുസ്ലിമത്ത്, ബഹുവചനം മുസ്ലിമാത്ത്, മുസ്ലിമാത്ത്. അപ്പോൾ മുസ്ലിം, മുസ്ലിമൂൻ ഒരു മുസ്ലിമീൻ. ഫാഇൽ പ്രവൃത്തി ചെയ്യുന്നവൻ, അതിൻ്റെ ബഹുവചനം എങ്ങനെ ഉണ്ടാക്കാം? ഇതുപോലെ ഫാഇലൂൻ, ഫാഇലീൻ. പ്രവൃത്തി ചെയ്യുന്നവർ, ഒന്നുമില്ല ഫാഇലൂൻ അല്ലെങ്കിൽ ഫാഇലീൻ. മഫൂല് പ്രവൃത്തി ഫലം അനുഭവിച്ചവൻ, കർമ്മം. അപ്പോൾ മഫൂലൂൻ, മഫൂലൂൻ, മഫൂലീൻ, മഫൂലൂൻ, മഫൂലീൻ എന്ന് നമുക്ക് ബഹുവചനം ഉണ്ടാക്കാൻ കഴിയും. ഹുവ ഫഅല, ഹിയ ഫഅലത്ത്. ഹുവ യഫ്അലു അവൻ ചെയ്യുന്നു, ഹിയ തഫ്അലു. അന്ത തഫ്അൽ, ഹിയ തഫ്അൽ. സ്ത്രീലിംഗം പഠിക്കുമ്പോൾ പറയും അന്ത തഫ്അൽ നീ ചെയ്യുന്നു, ഹിയ തഫ്അൽ അവൾ ചെയ്യുന്നു. രണ്ട് ഒരേ പദമാണ് വരുന്നത്. അന്ത തഫ്അൽ നീ ചെയ്യുന്നു, ഹിയ തഫ്അൽ. ഇന്നിവിടെ നമ്മൾ പഠിക്കാനുള്ള ഹർഫ് ജർ അല്ലെങ്കിൽ ഗതി ഇല എന്നാണ്. ഇല എന്ന് പറഞ്ഞാൽ ഇൻടു, ടുവേഴ്സ്, ലേക്ക്. ഇലാദ്യം ഹുവ ഇലൈഹി, ഇലൈഹി പറഞ്ഞാൽ അവനിലേക്ക്. ഇലാദ്യം ഹും ഇലൈഹിം അവരിലേക്ക്. ഇലൈക്ക നിന്നിലേക്ക്. ഇലൈക്കും നിങ്ങളിലേക്ക്. ഇലയ്യ എന്നിലേക്ക്. ഇലൈന ഞങ്ങളിലേക്ക്. ഇലൈഹ അവളിലേക്ക്. ഇലൈഹി ഇലൈഹിം അവരിലേക്ക്. ഇലൈക്ക നിന്നിലേക്ക്. ഇലൈക്കും നിങ്ങളിലേക്ക്. ഇലയ്യ എന്നിലേക്ക്. ഇലൈന ഞങ്ങളിലേക്ക്. ഇലൈഹ അവളിലേക്ക്. ഒരിക്കൽ കൂടെ ഇലൈഹി അവനിലേക്ക്. ഇലൈഹിം അവരിലേക്ക്. ഇലൈക്ക നിന്നിലേക്ക്. ഇലൈക്കും നിങ്ങളിലേക്ക്. ഇലയ്യ എന്നിലേക്ക്. ഇലൈന ഞങ്ങളിലേക്ക്. ഇലൈഹ അവളിലേക്ക്. ഇലൈഹി ഇലൈഹിം. ഇലൈക്ക ഇലൈക്കും. ഇലയ്യ ഇലൈന. ഇലൈഹി ഇലൈഹിം. ഇലൈക്ക ഇലൈക്കും. ഇലയ്യ ഇലൈന. ഇലൈഹി ഇലൈഹിം. ഇലൈക്കും. ഇലൈഹ. ഇലൈഹി ഇലൈഹിം. ഇലൈക്ക ഇലൈക്കും. ഇലയ്യ ഇലൈന. ഇലൈഹ. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് സൂറത്ത് നാസ്. അന്നാസ്, നാസ്, അന്നാസ് ജനങ്ങൾ. ഖുർആനിലെ 114-ാമത്തെ സൂറത്താണ് സൂറത്ത് നാസ്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ നിന്ന് മൊത്തമായും ചില പ്രത്യേക വസ്തുക്കളിൽ നിന്ന് വിശേഷിച്ചും സംഭവിക്കാവുന്ന കെടുതികളിൽ നിന്ന് ശരണം തേടണമെന്ന് കഴിഞ്ഞ സൂറത്തിൽ അള്ളാഹു ഉത്ബോധിച്ചു, സൂറത്ത് ഫലഖിൽ. എന്നാൽ മനുഷ്യർക്ക് അറിയാൻ കഴിയാത്ത രൂപത്തിൽ മനുഷ്യൻ്റെ ധാർമ്മിക ബോധം നശിപ്പിച്ച് ദുർനടപ്പുകാരാക്കി തീർക്കുന്ന, ഐഹിക ജീവിതത്തെ കളങ്കപ്പെടുത്തി മലീനസമാക്കുന്നതും പരലോക ജീവിതത്തെ പാടെ അപകടത്തിലാക്കുന്നതുമായ ദുശക്തിയായ ശൈത്താൻ്റെ കെടുതിയിൽ നിന്ന് അള്ളാഹുവിൽ ശരണം തേടേണ്ടതിൻ്റെ പ്രാധാന്യം ഈ സൂറത്ത് മുഖേന അള്ളാഹു പഠിപ്പിക്കുകയാണ്. മനുഷ്യരറിയാതെ അവിടെ ഹൃദയങ്ങളിൽ കുസുകുസ ദുർമന്ത്രം നടത്തുകയും
ബാഹ്യരംഗത്ത് പ്രത്യക്ഷപ്പെടാതെ കുസൃതി കാട്ടി ഒളിഞ്ഞ് പിന്മാറി കളയുക അവൻ്റെ പതിവാകുന്നു. 2 തരം പിശാചുക്കളിൽ നിന്നാണ് മനുഷ്യൻ ഉപദ്രവങ്ങൾ നേരിടുന്നത്. ഒന്ന്, ജിന്ന് വർഗത്തിൽപ്പെട്ട പിശാചുക്കൾ, അതായത് മനുഷ്യനെ വഴിപിഴപ്പിക്കുവാൻ പ്രതിജ്ഞയെടുത്തവനും മനുഷ്യന് കാണാൻ കഴിയാത്ത ആത്മീയ ജീവികളുമാണ് ജിന്നുക്കൾ എന്ന് പറയുന്നത്. 2ാമത് വിഭാഗം മനുഷ്യവർഗത്തിൽപ്പെട്ട പിശാചുക്കൾ തന്നെയാണ്. അവർ ജിന്നുവർഗത്തിൽപ്പെട്ട പിശാചുക്കളേക്കാൾ ഒട്ടും പുറകിലല്ല. ഗൂഢപ്രവർത്തനം നടത്തുന്നതിലും പ്രവാചകന്മാർ പ്രബോധനം ചെയ്യപ്പെട്ട സന്മാർഗങ്ങളിൽ നിന്ന് അകറ്റിക്കളയുന്നതിൽ ഇവർ അന്യോന്യം മത്സരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ച ഒരു വചനം കാണുക. മനുഷ്യർ അന്യോന്യം ചോദിച്ചുകൊണ്ടിരിക്കും. ചില മനുഷ്യർ അങ്ങനെ പറയപ്പെടും, ഇതാ ഈ കാണുന്നതൊക്കെ അള്ളാഹു സൃഷ്ടിച്ചുണ്ടാക്കിയതാണ്. എന്നാൽ അള്ളാഹുവിനെ ആർ സൃഷ്ടിച്ചു? അവൻ എങ്ങനെ ഉണ്ടായി? ഈ തരത്തിൽപ്പെട്ട വല്ലതും ആർക്കെങ്കിലും അനുഭവപ്പെട്ടാൽ, ആരോടെങ്കിലും ചോദിക്കപ്പെട്ടാൽ, അവൻ ഇങ്ങനെ പറഞ്ഞുകൊള്ളട്ടെ, ഞാൻ അള്ളാഹുവിലും അവൻ്റെ റസൂലിലും വിശ്വസിക്കുന്നു എന്ന് ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണിത്. സൂറത്ത് നാസിൻ്റെ പരിഭാഷ നമ്മൾ നോക്കാം. പറയുക, മനുഷ്യരുടെ രക്ഷിതാവിനോട് ഞാൻ ശരണം തേടുന്നു, മനുഷ്യരുടെ രാജാതിരാജനായ അള്ളാഹുവിനോട്, മനുഷ്യരുടെ ആരാധ്യനായ റബ്ബിനോട്, പിന്മാറിക്കളയുന്നവൻ്റെ ദുർമന്ത്രത്തിൻ്റെ കെടുതിയിൽ നിന്നും, അതായത് മനുഷ്യരുടെ നെഞ്ചുകൾ, അത് ഹൃദയങ്ങളിൽ ദുർമന്ത്രം നടത്തുന്നവൻ, ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും ദുർമന്ത്രം നടത്തുന്നവൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിന്നാസ്. ഖുൽ, നീ പറയുക, ഔദു രക്ഷിതാവിനോട്, അല്ലെങ്കിൽ രക്ഷിതാവിൽ, അന്നാസ് മനുഷ്യരുടെ, മനുഷ്യരുടെ രക്ഷിതാവിനോട് ഞാൻ അള്ളാഹുവിൽ ശരണം തേടുന്നു എന്ന് നീ പറയുക. ഖുൽ ഔദു ബിറബ്ബിന്നാസ്. ഖുൽ പറയുക, ഔദു ഞാൻ ശരണം തേടുന്നു, ബിറബ്ബ് രക്ഷിതാവിനോട്, അല്ലെങ്കിൽ രക്ഷിതാവിൽ, അന്നാസ് മനുഷ്യരുടെ. ഖുൽ ഔദു ബിറബ്ബിന്നാസ് പറയുക, മനുഷ്യരുടെ രക്ഷിതാവിനോട് ഞാൻ അള്ളാഹുവിൽ ശരണം തേടുന്നു. മലിക്കിന്നാസ്, മലിക്ക് രാജാവ്, രാജാതിരാജൻ. അന്നാസ് മനുഷ്യരുടെ, മലിക്കിന്നാസ് മനുഷ്യരുടെ രാജാധിപനായ അള്ളാഹു. ഇലാഹിന്നാസ്, ഇലാഹ് ആരാധ്യൻ, ലാ ഇലാഹ ഇല്ലല്ലാ, ഇലാഹ് ലാ ഇല്ല, ഇലാഹ് ആരാധ്യൻ, ഇല്ലല്ലാ അള്ളാഹു അല്ലാതെ, ആരാധ്യൻ ഇലാഹ് അള്ളാഹു. ഇലാഹിന്നാസ് മനുഷ്യരുടെ ആരാധ്യനായ. മിൻ ഷർരിൽ വസ്വാസിൽ ഖന്നാസ്. മിൻ ഷർറ്, മിൻ ഇൽ നിന്ന്, ഷർറ് കെടുതി അല്ലെങ്കിൽ തിന്മ, മിൻ ഷർരി കെടുതിയിൽ നിന്ന്, അൽ വസ്വാസ്, വസ്വാസ്, വസ്വസ എന്ന് പറഞ്ഞാൽ മന്ത്രിക്കുക, വസ്വാസ് മന്ത്രിക്കുന്നവൻ, ദുർമന്ത്രം നടത്തുന്നവൻ. അൽ ഖന്നാസ്, ഖന്നാസ് പിന്മാറിക്കളയുന്നവൻ, വന്ന് എത്തി നോക്കുന്നവൻ. ഷർരി കെടുതിയിൽ നിന്ന് പിശാചിനെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഹൃദയങ്ങളിൽ അല്ലെങ്കിൽ നമ്മളിൽ വസ്വാസ് ചെയ്യുന്നു, സംശയം ഉണ്ടാക്കുന്നു, വസ്വിസ് ഉണ്ടാക്കുന്നു. അൽ ഖന്നാസ് അവൻ ആരാവുന്നു? പിന്മാറിക്കളയുന്നവനാവുന്നു. മിൻ ശർരി കെടുതിയിൽ നിന്നും, അൽ വസ്വാസ് ദുർമന്ത്രത്തിൻ്റെ, അൽ ഖന്നാസ് പിന്മാറിക്കളയുന്നവൻ്റെ ദുർമന്ത്രത്തിൻ്റെ കെടുതിയിൽ നിന്നും. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്. അല്ലദീ ആ യാതൊരുവൻ, ഈ പിന്മാറിക്കളയുന്നവൻ അല്ലെങ്കിൽ ദുർമന്ത്രം നടത്തുന്നവൻ, ആ പിശാച്, അവൻ ആരാണ്? യുവസ്വിസു, വസ്വിസു ഉസ്വാസ് ഉണ്ടാക്കുന്നു, അത് നമ്മളിൽ സംശയം ഉണ്ടാക്കുന്നു, ദുർമന്ത്രം നടത്തുന്നു, മന്ത്രിക്കുന്നു. ഫി ഇൽ, സുദൂർ, സദർ പറഞ്ഞ നെഞ്ച് അല്ലെങ്കിൽ ഹൃദയം എന്ന് പറയാം. സുദൂർ പറഞ്ഞ അതിൻ്റെ ബഹുവചനമാണ്, നെഞ്ചുകൾ, ഹൃദയങ്ങൾ. ഫി സുദൂരി ഹൃദയങ്ങളിൽ, അന്നാസ് അവരുടെ ഹൃദയങ്ങളിൽ, മനുഷ്യരുടെ ഹൃദയങ്ങളിൽ വസ്വാസ് ഉണ്ടാക്കുന്നു, യുവസ്വിസു ദുർമന്ത്രം നടത്തുന്നു. അല്ലദീ യാതൊരുവൻ, യുവസ്വിസു ദുർമന്ത്രം നടത്തുന്നു, ഫീ സുദൂർ ഹൃദയങ്ങളിൽ, അന്നാസ് മനുഷ്യരുടെ. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, അതായത് മനുഷ്യരുടെ നെഞ്ചുകളിൽ അല്ലെങ്കിൽ ഹൃദയങ്ങളിൽ
ദുർമന്ത്രം നടത്തുന്നവൻ. മിനൽ ജിന്നത്തി വന്നാസ്, മിനൽ അവരാരാകുന്നു? മിനൽ ജിന്നത്തി ജിന്നുകളിൽ നിന്നും, വന്നാസ് മനുഷ്യരിൽ നിന്നും. നമ്മൾ ആമുഖത്തിൽ വിവരിച്ചിരുന്നു. ഈ ഹൃദയങ്ങളിലെ വസ്വാസം ഉണ്ടാക്കുന്നവരാരാകുന്നു? കെടുതി ഉണ്ടാക്കുന്നത് മിനൽ ജിന്നത്തി ജിന്നുകളിൽ നിന്നും, വന്നാസ് മനുഷ്യരിൽ നിന്നും. മിനൽ ജിന്നത്തി വന്നാസ് ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും ദുർമന്ത്രം നടത്തുന്നവൻ. മിൻ ഷർരിൽ വസ്വാസിൽ ഖന്നാസ്, മിൻ ഷർരി ഷർറ് കെടുതി അല്ലെങ്കിൽ തിന്മ, മിൻ ഷർരി കെടുതിയിൽ നിന്ന്, അൽ വസ്വാസ് അസൂയ വയ്ക്കുന്നവൻ, ദുർമന്ത്രം ചെയ്യുന്നവൻ, അൽ ഖന്നാസ് പിന്മാറിക്കളയുന്നവൻ, മിൻ ഷർരി കെടുതിയിൽ നിന്ന്, അൽ വസ്വാസ് ദുർമന്ത്രത്തിൻ്റെ, അൽ ഖന്നാസ് പിന്മാറിക്കളയുന്നവൻ്റെ. മിൻ ഷർരിൽ വസ്വാസിൽ ഖന്നാസ് പിന്മാറിക്കളയുന്നവൻ്റെ അല്ലെങ്കിൽ ദുർമന്ത്രത്തിൻ്റെ കെടുതിയിൽ നിന്നും. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, അല്ലദീ യാതൊരുവൻ, യുവസ്വിസു ദുർമന്ത്രം നടത്തുന്നു, ഫീ സുദൂർ നെഞ്ചുകളിൽ ഹൃദയങ്ങളിൽ, അന്നാസ് മനുഷ്യരുടെ. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് അതായത് മനുഷ്യരുടെ നെഞ്ചുകളിൽ അല്ലെങ്കിൽ ഹൃദയങ്ങളിൽ ദുർമന്ത്രം നടത്തുന്നവൻ. മിനൽ ജിന്നത്തി വന്നാസ്, മിനൽ ജിന്നത്തി ജിന്നുകളിൽ നിന്നും, വന്നാസ് മനുഷ്യരിൽ നിന്നും. സൂറത്ത് നാസിൽ നമ്മൾ 2 പദങ്ങൾ വസ്വാസ്, ഖന്നാസ്, ഇത് ഓർത്തിരിക്കേണ്ടതാണ്. പിശാച് രണ്ടിലൊരു അവസ്ഥയിലായിരിക്കും എപ്പോഴും. നമ്മൾ അള്ളാഹുവിനെ മറന്നാൽ ഭൗതികമായ പൈശാചികമായ പ്രവൃത്തികളിൽ ഏർപ്പെടുകയോ മറ്റോ ചെയ്ത് അള്ളാഹുവിനെ മറക്കുകയാണെങ്കിൽ അവൻ നിങ്ങളിൽ വസ്വാസം ഉണ്ടാക്കും. നമ്മുടെ മനസ്സിലേക്ക്, ഹൃദയത്തിലേക്ക് അവൻ കടന്നു വന്ന് ദുർമന്ത്രം നടത്തും. എന്നാൽ നമ്മൾ അള്ളാഹുവിൻ്റെ സ്മരണയിലാകുമ്പോൾ അവൻ ഖന്നാസായിരിക്കും, വന്ന് എത്തി നോക്കും, ഒളിഞ്ഞു നോക്കും. അപ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ സ്മരണയിലാകുമ്പോൾ ഒളിഞ്ഞു നോക്കി അവൻ നമ്മളെ ആക്രമിക്കാൻ കഴിയില്ല, അവൻ്റെ കീഴിൽ, നമ്മുടെ ചുൽപ്പടിയിൽ നമ്മൾ നിൽക്കില്ല എന്ന് മനസ്സിലാകുമ്പോൾ അവൻ പിന്മാറിക്കളയും. അതാണ് ഖന്നാസ് എന്ന പദത്തിന് അർത്ഥം. പിശാച് എപ്പോഴും രണ്ടാമത് ഒരവസ്ഥയിലായിരിക്കും. ഒന്ന്, നമ്മൾ അള്ളാഹുവിനെ മറന്നിട്ടുള്ള സന്ദർഭങ്ങളിൽ അവൻ നമ്മളിലേക്ക് വന്ന് നമ്മുടെ നെഞ്ചുകൾ, ഹൃദയങ്ങളിൽ, നെഞ്ചെന്ന് പറയുന്ന ഹൃദയത്തിൻ്റെ കവാടമാണ്. അപ്പോൾ നെഞ്ചിൽ അവിടെ വന്നിട്ട് എന്ത് ചെയ്യും? നമ്മളുടെ പല സംശയങ്ങളും വസ്വാസ്, ദുർമന്ത്രം നടത്തിക്കൊണ്ടിരിക്കും, ചീത്ത പ്രവൃത്തിയിലേക്ക് നമ്മളെ നയിക്കാൻ വേണ്ടിയിട്ട്. മറ്റവസ്ഥ എന്താണ്? നമ്മൾ അള്ളാഹുവിൻ്റെ ഖുർആൻ പാരായണം, നമസ്കാരം, ദിക്ർ, അള്ളാഹുവിൻ്റെ സ്മരണയിൽ ഇരിക്കുന്ന അവസ്ഥയിൽ അവൻ വന്ന് നോക്കും, അവൻ പിന്മാറിക്കളയും. അതാണ് ഖന്നാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ടാലൊരു അവസ്ഥയിലാണ് പിശാച് ഉണ്ടാകുക. പിശാച് എന്ന് പറയുന്നത് വെറുമൊരു വിഡ്ഢിയല്ല. അവൻ ആദം അലൈഹിസ്സലാമിനെ വിലക്കപ്പെട്ട കനി തിന്നാൻ പ്രേരിപ്പിക്കാൻ അവന് കഴിഞ്ഞു എന്നുള്ള ചരിത്രം നമുക്കറിയാം. വളരെ പരിചയസമ്പന്നനാണ് അവൻ. ആദം അലൈഹിസ്സലാമിൻ്റെ കാലം മുതൽ കോടിക്കണക്കിന് ആളുകളെ അവൻ വഴി തെറ്റിച്ചിട്ടുണ്ട്, ഇപ്പോഴും തെറ്റിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് എന്ന് പറഞ്ഞു. സുദൂർ പറഞ്ഞ നെഞ്ചുകൾ. പിശാച് നെഞ്ചുകളിലാണ് ദുർമന്ത്രം അല്ലെങ്കിൽ വസ്വാസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഹൃദയത്തിലേക്കുള്ള പ്രവേശന കവാടമാണ് നെഞ്ച് എന്ന് പറയുന്നത്. ഹൃദയം സജീവവും ദൈവസ്മരണയാൽ ശബ്ദമയവുമാണെങ്കിൽ പിശാചിൻ്റെ ആക്രമണം പരാജയപ്പെടുകയും അവൻ പിൻവലിയുകയും ചെയ്യും. സൂറത്തുൻ നാസിൻ ഖുർആൻ്റെ അവസാന അന്ത്യഭാഗമാണ്. അതിൽ നിന്ന് പല പാഠങ്ങളും ഉൾക്കൊള്ളേണ്ടതുണ്ട്. അവസാനത്തെ സൂറത്താണ് സൂറത്തുൻ നാസ്. നിങ്ങൾക്കറിവുണ്ടെങ്കിൽ പോലും നിങ്ങൾ മരണം വരെ തുടർച്ചയായി പിശാചിൻ്റെ ദുർബോധനത്തിനെതിരിൽ യുദ്ധം ചെയ്യേണ്ടതാണ്. പിശാചിനെ അടിക്കാനോ കൊല്ലാനോ നിങ്ങൾക്കാവില്ല. അവനെ കാണാൻ പോലും ആവില്ല. അവനെ സത്യം ബോധ്യപ്പെടുത്താനും ആവില്ല. പൂർണ്ണമായും ഒരേ ഒരു പരിഹാരം, അള്ളാഹുവിനെ സ്മരിക്കുക, അവനിൽ അഭയം തേടുക. ഇതാണ് സൂറത്തുൻ നാസ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠം. സൂറത്തുൻ നാസിനോട് നമ്മുടെ പ്രതികരണം ജീവിതത്തിൽ എങ്ങനെ പ്രയോഗവൽക്കരിക്കാം? ഒരു സൂറത്ത് അല്ലെങ്കിൽ ഒരു ആയത്ത് നമ്മൾ മനസ്സിലാക്കിയാൽ അത് ഗ്രഹിക്കുന്നു അല്ലെങ്കിൽ മനസ്സിലാക്കുന്നു. അതിനുശേഷം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു, പ്രാർത്ഥന നടത്തുന്നു, പിന്നീട് കാര്യങ്ങൾ വിലയിരുത്തുന്നു, ആസൂത്രണം ചെയ്യുന്നു, പിന്നീട് പ്രബോധനം നടത്തുന്നു. എങ്ങനെയാണ് നമ്മൾ ഗ്രഹിച്ചതിന് ശേഷം പ്രാർത്ഥന
ചെയ്യേണ്ടത്. സൂറത്തുൻ നാസ് ഒരു പ്രാർത്ഥനയാണ് എന്ന് ആമുഖമായി ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. ഇടയ്ക്കിടെ നാം ഈ സൂറത്ത് പാരായണം ചെയ്യണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് തുടങ്ങി ഈ സൂറത്ത് അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് പാരായണം ചെയ്യുക. ഇതൊരു പ്രാർത്ഥനയും കൂടിയാണ്. വിലയിരുത്തുക. എങ്ങനെയാണ് വിലയിരുത്തുക? പലതവണ നാം പിശാചിൻ്റെ കെണിയിൽപ്പെട്ടു ജീവിതത്തിൽ. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? നമ്മുടെ ചീത്ത കൂട്ടുകാർ മുഖേനയാണോ, അതോ TV പോലെയുള്ളതായ മറ്റ് മാധ്യമങ്ങൾ മുഖേനയാണോ, അതോ നമുക്ക് അറിവില്ലായ്മ കൊണ്ടാണോ എന്ന് നമ്മൾ വിലയിരുത്തേണ്ടതാണ്. അങ്ങനെ വിലയിരുത്തിയതിന് ശേഷം നമ്മൾ പ്ലാൻ ചെയ്യണം കാര്യങ്ങൾ. തുടർന്ന് നമുക്ക് എന്ത് ചെയ്യാം? ആസൂത്രണം ചെയ്യണം. പിശാചിൻ്റെ ദ്രോഹം തടുക്കാൻ ഒറ്റയ്ക്കും കുടുംബം ഒന്നിച്ചും സമൂഹം ഒന്നിച്ചും പ്ലാൻ ചെയ്യുക. അപ്രകാരം പ്രവർത്തിക്കുക. ശേഷം ഇത് പ്രബോധനം ചെയ്യുക, ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക. പിശാചിൻ്റെ കെണികളെക്കുറിച്ചും അവൻ്റെ കൊടും ചതികളെക്കുറിച്ചും അവൻ വരുന്ന വഴികളെക്കുറിച്ചും ജനങ്ങളെ ബോധവാന്മാരാക്കുക, അല്ലെങ്കിൽ അറിയിക്കുക. സൂറത്ത് ഫലക്കും സൂറത്തുൻ നാസും തമ്മിലുള്ള ചില പ്രധാന വ്യത്യാസങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. സൂറത്ത് ഫലക്കിൽ അള്ളാഹുവിൻ്റെ ഒരു വിശേഷണവും രക്ഷയുടെ 3 പ്രത്യേക മേഖലകളാണ് ഉള്ളത്. എന്താ വിശേഷണം? കുൽ ഔദു ബിറബ്ബിൽ ഫലക്ക്. ബിറബ്ബിൽ ഫലക്ക്, പുലരിയുടെ രക്ഷിതാവ്. അതാണ് അള്ളാഹുവിൻ്റെ വിശേഷം. എന്താണ് രക്ഷയുടെ 3 പ്രത്യേകതകൾ? ഈ ഫലക്കിൽ ഏതിൽ നിന്നാണ് നമ്മൾ രക്ഷ നേടുന്നത്? മിൻ ശർരി മാ ഖലഖ് ഒമിൻ ശർരി ഗാസിക്കിൻ ഇദാ വഖബ്. ഒമിൻ ശർരി കെടുതിയിൽ നിന്നും, ഗാസിക്കിൻ ഇദാ വഖബ്, ഗാസിഖ് ഇരുട്ട്, ഇദാ വഖബ് അത് മൂടി വരുമ്പോൾ, അത് ഒന്നാമത്തെ രക്ഷ നേടലാണ്. എവിടെ നിന്നാണ്? ഗാസിഖ് ഇദാ വഖബ്, രാത്രി വ്യാപിക്കുമ്പോൾ ആ രാത്രിയിൽ ഉണ്ടാകുന്ന കെടുതിയിൽ നിന്നും, എല്ലാ അപകടങ്ങളിൽ നിന്നും. 1. 2 അൻ നഫാസാതി ഫിൽ ഉഖദ്, കെട്ടുകളിൽ ഊതുന്ന മായാജാലക്കാരുടെ അല്ലെങ്കിൽ ഊത്തുകാരികളായ സ്ത്രീകളുടെ അത് മൂലമുണ്ടാകുന്ന കെടുതികളിൽ നിന്നും. 3 ഹാസിദിൻ ഇദാ ഹസദ്, ഹാസിദ് അസൂയക്കാരൻ, ഇദാ ഹസദ് അവൻ അസൂയ വയ്ക്കുമ്പോൾ. അപ്പോൾ അസൂയക്കാരൻ നമ്മുടെ സുഹൃത്തുക്കളാകാം, നമ്മുടെ ബന്ധുക്കളാകാം, സമൂഹത്തിലെ മറ്റൊരു വ്യക്തികളാകാം. ആ അസൂയക്കാരൻ്റെ നമ്മൾ കാണാൻ കഴിയില്ല. അവൻ മനസ്സിൽ നമുക്കെതിരായിട്ട് എന്ത് അസൂയയാണ്, എന്ത് പ്രവർത്തനമാണ് ഉദ്ദേശിക്കുന്നത് എതിരായിട്ട് കാണാൻ കഴിയില്ല. ആ അസൂയക്കാരൻ്റെ അസൂയയിൽ നിന്നും നമ്മൾ അള്ളാഹുവിൽ രക്ഷ തേടണം. അപ്പോൾ 1 അള്ളാഹുവിൻ്റെ വിശേഷണവും 3 രക്ഷ തേടലുമാണ് സൂറത്ത് ഫലക്കിലുള്ളത്. എന്നാൽ തിരിച്ച് സൂറത്തുൻ നാസ് എടുത്ത് നോക്കൂ. ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ്. അള്ളാഹുവിൻ്റെ 3 വിശേഷണങ്ങളാണ്. അത് അള്ളാഹു ആരാണ്? ബിറബ്ബിന്നാസ്, മനുഷ്യരുടെ രക്ഷിതാവാണ്. മലിക്കിന്നാസ്, മനുഷ്യരുടെ രാജാതിരാജനാണ്. ഇലാഹിന്നാസ്, മനുഷ്യരുടെ ആരാധ്യനാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ 3 വിശേഷങ്ങളാണ് ഇവിടെ പറയുന്നത്. രക്ഷയുടെ ഒരു മേഖല മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്, പിശാചിൽ നിന്നും. മിൻ ശർരി കെടുതിയിൽ നിന്നും. വസ്വാസ് ദുർമം നടത്തുന്നു. അൽ ഖന്നാസ് പിന്മാറിക്കളയുന്നവൻ, പിശാജ്. ജിന്നുവർഗത്തിൽ നിന്നാകാം, മനുഷ്യവർഗത്തിൽ നിന്നാകാം. മൊത്തത്തിൽ പിശാജിൻ്റെ ശൈത്താൻ്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും. അപ്പോൾ ഒരു രക്ഷയുടെ മേഖലയും 3 അള്ളാഹുവിൻ്റെ ഗുണങ്ങളും. ഇതാണ് സൂറത്ത് ഫലക്കും നാസും തമ്മിലുള്ള പ്രത്യേകത. നമ്മൾ മനസ്സിലാക്കി കാര്യം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുക ഇൻഷാ അല്ലാഹ്. അടുത്ത പഠനക്കുറിപ്പ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശത്തോട് പ്രതികരിക്കുന്നത് എങ്ങനെ എന്നാണ് ഇന്നത്തെ പഠന പ്രോത്സാഹനക്കുറിപ്പ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ത്യാഗത്തെക്കുറിച്ച് ഓർക്കുകയും ഇസ്ലാമിന് വേണ്ടി, ദീനിന് വേണ്ടി, മുഴുവൻ മനുഷ്യരാശിക്കും വേണ്ടി അദ്ദേഹം ചെയ്ത ത്യാഗത്തെക്കുറിച്ച് സ്മരിക്കുകയും ഖുർആൻ പഠിക്കുന്നതും പ്രബോധന മാർഗത്തിൽ എന്തെങ്കിലും ചെയ്യുന്നതിനും വേണ്ടി ഇന്നത്തേക്കും എന്നത്തേക്കുമായി ആസൂത്രണം നടത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശത്തോട് നമ്മൾ പ്രതികരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ 10 ദിവസത്തോളം ഒരു മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോവുകയും മൃതപ്രായനാവുകയും ചെയ്യുന്നുവെന്ന് കരുതുക. അങ്ങനെ ഇരിക്കെ ഒരാൾ അവിടെ വരികയും നിങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും നൽകുകയും ചെയ്യുന്നു. എന്നിട്ട് അയാൾ പറഞ്ഞു, ഈ വെള്ളം കൊണ്ടുപോയി ദാഹിച്ചു മരിക്കാനായവർക്ക് കൊടുക്കുക എന്ന് പറയുന്നു. എന്നാൽ നിങ്ങൾ വെള്ളം നൽകിയതിന് നിങ്ങൾക്ക് അള്ളാഹു കരുണ ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ അവിടെ നിന്ന് അനങ്ങുന്നില്ല. ഈ ഉദാഹരണം നബിയും നാവുമായുള്ള ബന്ധമായി ഒന്ന് കണക്കാക്കി നോക്കുക, തട്ടിച്ചു നോക്കുക. അവസാനം 7 അധികം 2 ഗൃഹപാഠങ്ങൾ. ഏത് 2 അധികം 2 ഗൃഹപാഠങ്ങൾ? 1 റബ്ബി സിദ്നി ഇൽമൻ,
റബ്ബി എൻ്റെ രക്ഷിതാവേ സിദിനി എനിക്ക് വർദ്ധിപ്പിക്കണമേ ഇൽമൻ വിജ്ഞാനം. അത് പഠനത്തിലുടനീളം ഇടയ്ക്കിടെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. 2, ഒന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, ഇവിടുത്തെ സഹപാഠികൾ ഖുർആൻ പഠിക്കുന്നതിന് അള്ളാഹു അവർക്ക് തൗഫീക്ക് നൽകാൻ വേണ്ടി, ഖുർആൻ പഠിക്കാൻ സാഹചര്യമുണ്ടാകാത്ത, താല്പര്യമുണ്ടാകാത്ത, കൂട്ടാക്കാത്തവർക്ക് വേണ്ടി, അപ്പോൾ അവർക്ക് പഠിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ തൗഫീക്ക് ലഭിച്ചാൽ മാത്രമേ അവർ ഖുർആൻ പഠിക്കാൻ മുന്നോട്ട് വരികയുള്ളൂ. അവർക്ക് വേണ്ടിയും, ഖുർആൻ വിമർശിക്കുന്നവരെ അവരെ ഹിദായത്ത് നൽകാൻ വേണ്ടിയും അവർക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കാൻ മറക്കരുത്. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് ചുരുക്കം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹു വബിഹംദിക നഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത നസ്തഗ്ഫിറുക വനതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.